എടാ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന +2 ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങളെ പഠിപ്പിച്ച് തരാൻ പോവുകയാണ്. വേഗം ശ്രദ്ധിച്ചു. അപ്പോൾ തുടങ്ങാൻ പോവുകയാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. ഈ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ എന്ത് ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഈ ഏരിയ എന്താണെന്ന് അറിയാൻ പാടില്ലേ? ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മൾ കുറച്ച് ക്ലോസ്ഡ് ഫിഗറുകൾ എടുക്കുവാണ്. നമുക്കറിയാം സർക്കിള്, പിന്നെ ഏതുണ്ട്, സ്ക്വയർ ഉണ്ട്, പിന്നെ വേറെ ഏത് ഫിഗർ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോ. ഒരു ട്രയാങ്കിൾ അല്ലേ? ഇങ്ങനെ കുറച്ച് ഫിഗറുകളുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെയും സർക്കിളിൻ്റെയും ഈ സ്ക്വയറിൻ്റെയും ഇതിൻ്റെ അകത്ത് വരുന്ന സ്പേസ് ഇല്ലേ, ഏരിയ ഇൻസൈഡ് ദ, അല്ലെങ്കിൽ സ്പേസ് ഇൻസൈഡ് ദ സർക്കിൾ ഈസ് നോൺ ആസ് ഏരിയ. എന്താണ് ഈ സർക്കിളിന്റെ ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സർക്കിളിന്റെ അകത്ത് വരുന്ന ഈ സ്പേസ് ആണ് സർക്കിളിന്റെ ഏരിയ. ഇനി നോക്ക്, അതുപോലെ സ്ക്വയറിന്റെ അകത്ത് വരുന്ന ഈ സ്പേസ് ആണെന്ത്, ഈ സ്ക്വയറിന്റെ ഏരിയ. അതുപോലെ ട്രയാങ്കിളിന്റെ അകത്ത് വരുന്ന ഈ സ്പേസ് ആണെന്ത്, ഈ ട്രയാങ്കിളിന്റെ ഏരിയ. ഈ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനും സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനും ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനും നമുക്ക് ഇക്വേഷൻസ് ഉണ്ട് അല്ലേ? ഇതിന്റെ ഇക്വേഷൻ πr², ഇത് a², ഇത് ½ അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയോ, ഞാനൊരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. എന്നിട്ട് ഞാൻ അതിലൊരു കർവ് വരച്ചു. ഒരു കർവ് ഇങ്ങനെ വരച്ചു. കർവ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കർവ്. എനിക്ക് ഈ കർവിൻ്റെ താഴെയുള്ള ഈ ഏരിയ കണ്ടുപിടിക്കണം. എന്താണ്? ഈ കർവിൻ്റെ താഴെയുള്ള ഈ ഏരിയ, എക്സ് ആക്സിസിലേക്കുള്ള ഈ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ കർവിൻ്റെ താഴെയുള്ള ഈ ഏരിയയല്ലേ എനിക്ക് കണ്ടുപിടിക്കേണ്ടത്? ഈ കർവിൻ്റെ താഴെയുള്ള ഈ വലിയ ഏരിയ എനിക്ക് കണ്ടുപിടിക്കണം. കേട്ടല്ലോ? ഈ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വലിയ ഏരിയ എനിക്ക് കണ്ടുപിടിക്കണം. ഇതിനൊന്ന് വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് നോക്കി, ഇവിടം മുതൽ ഇവിടം വരെയും, പിന്നെ ദേ ഇവിടം വരെയും, പിന്നെ ദേ ഇങ്ങനെ വളഞ്ഞ് ദേ ഇങ്ങനെ ഇവിടെ. ഇപ്പം നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്ന ഈ ഫിഗർ സർക്കിളാണോ, സ്ക്വയർ ആണോ, അല്ലെങ്കിൽ ട്രയാങ്കിൾ ആണോ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഫിഗർ ആണോ ഈ വളഞ്ഞു കുത്തിയൊക്കെ കിടക്കുന്നത്? അല്ല. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് ഒന്നും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഈ കർവിൻ്റെ താഴെയുള്ള ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഇതിന് വേണ്ടിയാണ്, ഈ കർവിൻ്റെ താഴെയുള്ള ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇൻ്റഗ്രൽസ് അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഏരിയ അണ്ടർ ദ കർവ്. എന്താണ്? ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഇൻ്റഗ്രൽസ് ഉപയോഗിക്കുന്നത്. എന്താണ്? ഇതിൻ്റെ താഴെയുള്ള ഈ ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇൻ്റഗ്രൽസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇതുപോലൊരു കർവ് ഉണ്ടാകും, അതിൻ്റെ അകത്തുള്ള ഏരിയ അല്ലെങ്കിൽ അതിന് താഴെ വരുന്ന ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ശ്രദ്ധിച്ചു, രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതേ നോക്ക്, ഞാനിവിടെ 2 ഗ്രാഫുകൾ വരയ്ക്കാം. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇപ്പുറത്തും വരയ്ക്കാം, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്തു, ഞാൻ ഇവിടെ ഒരു കർവ് വരച്ചു. ഓക്കെ അല്ലേ? ഈ കർവിൻ്റെ ഈ ഏരിയ അണ്ടർ ദ കർവ് എനിക്ക് കണ്ടുപിടിക്കണം. എവിടെ മുതൽ എവിടം വരെയാണ്? എനിക്ക് ഈ എക്സ് ഈക്വൽ ടു, ഇത് എക്സ് ആക്സിസ് അല്ലേ? അപ്പോൾ ഈ എക്സിൻ്റെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈ ബി എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഈ സ്ഥലത്തെ ഇതിൻ്റെ താഴെയുള്ള ഏരിയ എനിക്ക് കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചോളണം, വളരെ സിമ്പിൾ. കേട്ടല്ലോ? അപ്പോൾ ഏരിയ അണ്ടർ ദ കർവ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എവിടെ മുതലാണ്? ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റ് വരെ അല്ലേ? സിമ്പിൾ. ഈ ഗ്രാഫിൻ്റെ പേര് അല്ലെങ്കിൽ ഈ കർവിൻ്റെ പേര് y = f(x) എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഏത് ആക്സിസിൻ്റെ എവിടം മുതൽ എവിടം വരെയാണെന്ന് നോക്കണം. നോക്കിയേ, എക്സ് ഈക്വൽ ടു എ മുതൽ ബി വരെ അല്ലേ? ഇവിടം മുതൽ ഇവിടം വരെയുള്ളതിൻ്റെ അല്ലേ ഏരിയ കണ്ടുപിടിച്ചേക്കുന്നത്? അത് ഇവിടെ എഴുതുക, എ ടു ബി. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇനി നോക്കേണ്ടത് ഈ ഗ്രാഫിൻ്റെ താഴെ, അതായത് ഈ ഗ്രാഫ് ടുവേർഡ്സ് ഏത് ആക്സിസ് ആണ് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചേക്കുന്നത് നോക്കണം. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എക്സ് ആക്സിസിലേക്കല്ലേ? അതൊന്നും മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്? എക്സ് ആക്സിസിലേക്കാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ അകത്തെഴുതുന്നതെല്ലാം എക്സ് ആക്സിസിലായതുകൊണ്ട് ഇതിൻ്റെ അകത്തെഴുതുന്നതെല്ലാം എക്സിലായിരിക്കണം. കേട്ടല്ലോ?
എല്ലാം എക്സിലായിരിക്കണം ഇതിൻ്റെ അകത്ത് വരുന്നത്. അതായത് ആ ഫംഗ്ഷൻ എന്താണ്, എക്സിൽ എഴുതണം, എഫ് ഓഫ് എക്സ്. എന്നിട്ട് എക്സിലായതുകൊണ്ട് അതിൻ്റെ ഇൻ്റഗ്രൽ ഡി എക്സ് ഉപയോഗിച്ചെടുക്കണം. അപ്പോൾ എക്സിൽ എഴുതണമെങ്കിൽ അതിനെ y ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, എക്സിൽ കിട്ടുള്ളൂ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യം. ഇനി അതുപോലെ ഇവിടെ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. നോക്കിയേ, ഇവിടെ ഒരു കർവ് ഇങ്ങനെ കിടക്കുവാണെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഏരിയ അണ്ടർ ദ കർവ്, ശ്രദ്ധിച്ചേ, എനിക്ക് ഏരിയ അണ്ടർ ദ കർവ് ഇങ്ങോട്ട് കണ്ടുപിടിക്കണം. നോക്ക്, ഈ സി മുതൽ ഡി വരെ കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചേ, അപ്പോൾ ഈ കർവിൻ്റെ താഴെയുള്ള ഈ ഏരിയയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ, ഈ കർവ് ടുവേർഡ്സ് എങ്ങോട്ടാണ് കണ്ടുപിടിക്കേണ്ടത്, വൈ ആക്സിസിലേക്കാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും, ശ്രദ്ധിച്ചോ. ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ എവിടെ മുതൽ എവിടം വരെയാടാ, സി ടു ഡി. സിമ്പിൾ അല്ലേ? ഇനി എന്ത് ചെയ്യാണ്, ഈ ഗ്രാഫിൻ്റെ പേര് എഴുതണം. ഗ്രാഫിൻ്റെ പേര് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ് ആക്സിസിലേക്കാണ് ഗ്രാഫ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാം അല്ല, വൈ ആക്സിസിലേക്കാണ് ഗ്രാഫ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം വൈയിൽ എഴുതണം, എല്ലാം വൈയിൽ എഴുതണം. ഇവിടെ വരുന്നത് എല്ലാം എന്തായിരിക്കണം, വൈയിലായിരിക്കണം. വൈ കൊണ്ട് വേണം നമ്മൾ ഇൻ്റഗ്രൽ കൊടുക്കാൻ. സിമ്പിൾ സിമ്പിൾ കേട്ടല്ലോ. അപ്പോൾ അതെ, വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തരാം. എന്താ നോക്കിയേ, എനിക്ക് ഈ ഒരു ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇത് എക്സ്, ഇത് വൈ, ഇതാണ് നമ്മളുടെ ഗ്രാഫ്. ഈ ഗ്രാഫിൻ്റെ പേര് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്നാണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ദേ ഇവിടം മുതൽ ഇവിടം വരെയാണ്, 3 to 4 വരെയാണ്. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും നോക്ക്, ഏരിയ ഈക്വൽ ടു, വെറുതെ കണ്ടുപിടിക്കാനുള്ളത് മാത്രം എഴുതിയാൽ മതി. ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ എവിടം മുതൽ എവിടം വരെയാണ്, 3 to 4, 3 മുതൽ 4 വരെ. എക്സ് ആക്സിസിലേക്കാണ്. അപ്പം നമ്മുടെ ഫംഗ്ഷൻ നോക്കിയേ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 ആണ്. നമുക്ക് എക്സ് ആക്സിലേക്ക് ആയതുകൊണ്ട് ഇതെല്ലാം എക്സിൽ എഴുതണം. എക്സിൽ വേണമെന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതിയാൽ മാത്രമേ എക്സിൽ കിട്ടുള്ളൂ. അപ്പോൾ ഈ വൈ ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതണം. ഈ എക്സ് അപ്പുറത്തേക്ക് പോട്ടെ. അപ്പോൾ 5 മൈനസ് എക്സ് എന്ന് കിട്ടി. ഇത്രേ ഉള്ളൂ. അപ്പോൾ 5 മൈനസ് എക്സ് ഡി എക്സ്. ഇത്രേ ഉള്ളൂ കാര്യം. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. കേട്ടല്ലോ. ഇനി ഈ ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ട് 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഒന്ന്, എന്താണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്താണെന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങളോട് ഇതുപോലെ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എന്തേ നോക്കടാ, ഇൻ്റഗ്രൽ 2 to 3 എക്സ് സ്ക്വയർ ഡി എക്സ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ വേണം. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സാധനത്തിൻ്റെ പവറിൻ്റെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ അതിൻ്റെ പവർ ഒന്നുകൂട്ടി മേളിൽ എഴുതുക, ഒന്നുകൂട്ടി താഴെ എഴുതുക, അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്, എക്സ് സ്ക്വയർ ആണ്. എക്സിൻ്റെ കൂടെ ഒന്നുകൂട്ടി മേളിൽ എഴുതുക, ഒന്നുകൂട്ടി താഴെ എഴുതുക. അപ്പോൾ എന്ത് വരും ഇവിടെ, എക്സ് റൈസ് ടു 2 + 1/2 + 1. കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ആൻസർ എപ്പോൾ എഴുതി കഴിഞ്ഞാലും ഇവിടെ മേളിലും താഴെയും നമ്പറുകളുള്ളത് കാരണം ബ്രാക്കറ്റ് ഇട്ടിട്ട് ഈ നമ്പറുകൾ ഇവിടെ താഴെയും മേളിലും നിർബന്ധമായിട്ടും എഴുതുക. എന്താണ്, ഈ നമ്പറുകൾ താഴെയും മുകളിലും നിർബന്ധമായിട്ട് എഴുതുക. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാന്ന് നോക്കിയേ. എക്സ് റൈസ് ടു 2 + 1 എന്ന് പറഞ്ഞാൽ എന്താ, 3 ബൈ താഴെ എന്ത് വന്നടാ, 3. എന്താണെന്ന് നോക്കിയേ, എവിടെ മുതൽ എവിടം വരെയാണ്, 2 to 3. ഓക്കെ അല്ലേ? ഇനിയാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ നോക്ക്, എക്സിന് പകരം ആദ്യം മുകളിലത്തെ നമ്പർ ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സിന് പകരം ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും ഇവിടെ, 3³ 3. എന്നിട്ട് മൈനസ് ഇടുക. എന്നിട്ട് അടുത്തത് എക്സിന് പകരം താഴത്തെ നമ്പർ ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര വരും ഇവിടെ, 2³ 3, വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എത്ര വന്നു, 3³ എത്രയാണ്, 27/3 മൈനസ് 2³ എത്രയാണ്, 8/3. 27-ൽ നിന്ന് 8 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്, 19/3 എന്ന് ആൻസർ കിട്ടി. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ മുകളിലും താഴെയും നമ്പർ വന്നാൽ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. എങ്ങനെ ചെയ്യണം, ദേ വളരെ സിമ്പിൾ, വേഗം പറഞ്ഞേ. ആദ്യം ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുക. ഇപ്പോൾ ജി ഓഫ് എക്സ് കിട്ടിയെന്ന് വിചാരിച്ചോ, ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുത്തപ്പോൾ. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ബ്രാക്കറ്റ് വരച്ച് ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്ന നമ്പർ താഴെ എഴുതുക, മുകളിൽ പറഞ്ഞിരിക്കുന്ന നമ്പർ മുകളിൽ എഴുതുക. ഇനി എന്ത് ചെയ്യുക, മുകളിൽ പറഞ്ഞിരിക്കുന്ന നമ്പർ എക്സിന് പകരം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ജി ഓഫ് ബി മൈനസ് താഴെ പറഞ്ഞിരിക്കുന്ന നമ്പർ എക്സിന് പകരം ഇട്ട് കൊടുക്കുക, ജി ഓഫ് എ. ഇത്രയും കണ്ടുപിടിച്ചാൽ ആൻസറായി.
സിമ്പിൾ. കേട്ടല്ലോ. ഇനി നമുക്ക് ഏരിയ അണ്ടർ ദ കർവിൽ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് സത്യം പറഞ്ഞാൽ ആദ്യം നമുക്കൊരു ലൈൻ പഠിക്കാനുണ്ട്, സർക്കിൾ പഠിക്കാനുണ്ട്, എലിപ്സ് പഠിക്കാനുണ്ട്, പിന്നെ എന്താണ് പരാബോള പഠിക്കാനുണ്ട്. അപ്പൊ ഈ 4 സാധനങ്ങളും കണ്ടാൽ മനസ്സിലാവണം. അപ്പൊ എങ്ങനെയാണ് ഒരു ലൈൻ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലൈനിന്റെ ഇക്വേഷൻ എപ്പോഴും ഈ ഒരു ഫോമിലായിരിക്കും, ax പ്ലസ് by പ്ലസ് c = 0. അതായത് എക്സ് ഉള്ള ഒരു ടേം ഉണ്ടാകും, വൈ ഉള്ള ഒരു ടേം ഉണ്ടാകും, കോൺസ്റ്റന്റ് ഒരെണ്ണം ഉണ്ടാകും. അതുപോലെ 2x പ്ലസ് 4y മൈനസ് 3 = 0, 8x പ്ലസ് y പ്ലസ് 8 = 0. ഇങ്ങനെയാണ് ഒരു ലൈനിന്റെ ഇക്വേഷൻ വരുന്നത്. എക്സിന്റെ പവർ 1, വൈയുടെ പവറും 1, സ്ക്വയർ ആകൂല, ക്യൂബ് ആകൂല, ഒന്നും ആകൂല. എക്സ് ഉള്ള ഒരു സാധനം, വൈ ഉള്ള ഒരു സാധനം, ഒരു നമ്പർ. ഇങ്ങനെയാണ് ഒരു ലൈനിന്റെ ഇക്വേഷൻ ഇരിക്കുന്നത്. അത് കണ്ടാൽ മനസ്സിലാവണം. രണ്ടാമത് സർക്കിൾ ഏറ്റവും സിമ്പിൾ. ഇവിടെ നോക്കിയേ, ഒരു സർക്കിൾ നമുക്ക് പഠിക്കാനുള്ളത് സെന്റർ 0 0 ആയ സർക്കിളാണ്. ഈ സർക്കിളിന്റെ റേഡിയസ് 6 ആണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇക്വേഷൻ വളരെ സിമ്പിൾ ആയിട്ട് x² പ്ലസ് y² = r² എന്ന് പറയാം. കേട്ടല്ലോ. അപ്പോൾ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എപ്പോഴും വരുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. നോക്കിയേ, x² പ്ലസ് y² = 25, അല്ലെങ്കിൽ x² പ്ലസ് y² = 36, അല്ലെങ്കിൽ x² പ്ലസ് y² = 49. സിമ്പിൾ. ഇവിടുന്ന് റേഡിയസ് നമുക്ക് വേഗം കണ്ടുപിടിക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ള നമ്പർ ഏതിന്റെ സ്ക്വയർ ആണെന്ന് നോക്കാം. 25 എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ റേഡിയസ് എത്രയായിരിക്കും? 5. അത്രേ ഉള്ളൂ. ഇനി ഇവിടെ 36 എന്ന് പറഞ്ഞാൽ 6ന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ റേഡിയസ് എത്രയായിരിക്കും? 6. ഇവിടെ 49 എന്ന് പറഞ്ഞാൽ 7ന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ റേഡിയസ് എത്രയായിരിക്കും? 7. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ റേഡിയസ് നോക്കിയെടുക്കാൻ അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻറ്റ്. അടുത്തതാണ് എലിപ്സ്. നമുക്ക് 2 ടൈപ്പ് എലിപ്സ് പഠിക്കാനുണ്ട്, ശ്രദ്ധിച്ചോളണം. നോക്കിയേ, ഒന്ന് ഇങ്ങനെ എക്സ് ആക്സിസിൽ, ഇത് എക്സ് ആക്സിസ് അല്ലേ, ഇത് വൈ ആക്സിസ്, ഈ എക്സ് ആക്സിസിൽ കിടക്കുന്ന എലിപ്സ്. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് ഇതുപോലെ വൈ ആക്സിസിൽ കിടക്കുന്ന എലിപ്സ്. എലിപ്സിന്റെ പ്രത്യേകത ഇവിടെ നോക്കി, സർക്കിളിന്റെ പ്രത്യേകത രണ്ടും സ്ക്വയർ വരുമായിരുന്നു, അതൊരു പ്രത്യേകത തന്നെയാണ്. എലിപ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നത് x² / a² പ്ലസ് y² / b² = 1. ഇങ്ങനെയാണ് എലിപ്സിന്റെ ഇക്വേഷൻ വരുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സിന്റെ താഴെയാണ് വലിയ നമ്പരെങ്കിൽ അത് എക്സ് ആക്സിസിൽ കിടക്കുന്നതും വൈയുടെ താഴെയാണ് വലിയ നമ്പരെങ്കിൽ അത് വൈ ആക്സിസിൽ കിടക്കുന്നതായിരിക്കും. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇത് എക്സ് ആക്സിസിൽ കിടക്കുന്നതല്ലേ, ഇതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, x/x² / 9² പ്ലസ് y² / 3² = 1. നോക്കിയേ, എക്സിന്റെ താഴെയല്ലേ വലുത്, അപ്പൊ എക്സിൽ കിടക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എങ്ങനെ വരും? x² / 2² പ്ലസ് y² / 4² = 1. ഇവിടെ വൈയുടെ താഴെയല്ലേ 1, അതുകൊണ്ട് ഇത് വൈ ആക്സിസിൽ കിടക്കുന്നതായിരിക്കും. നമുക്ക് അതല്ല വേണ്ടത്, നമുക്ക് ഇതിൻ്റെ അറ്റത്തുള്ള ഈ നമ്പറുകൾ വേണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നോക്ക്, എക്സിൻ്റെ താഴെ ആരുടെ സ്ക്വയർ ആണോ വരുന്നത്, 9ന്റെ സ്ക്വയർ അല്ലേ വന്നത്, ആ നമ്പർ ആയിരിക്കും. എക്സിൻ്റെ താഴെ 9ന്റെ സ്ക്വയർ വന്ന കാരണം ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് 9 ആയിരിക്കും, ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് 9 ആയിരിക്കും. അത് 9 ആയതുകൊണ്ട് -9 എന്ന് എഴുതാം. അതുപോലെ വൈയുടെ താഴെ 3 അല്ലേ, അതുകൊണ്ട് മുകളിലേക്കും 3 ആയിരിക്കും, താഴത്തേക്കും 3 ആയിരിക്കും, അതുകൊണ്ട് -3 ഇട്ടു. അതുപോലെ തന്നെ ഇവിടെ എക്സിൻ്റെ താഴെ 2 ആയതുകൊണ്ട് ഇത് 2ഉം ഇത് -2ഉം, വൈയുടെ താഴെ 4 ആയതുകൊണ്ട് ഇതും 4, ഇത് -4. സിമ്പിൾ. ഇത് ഓർത്തിരുന്നാൽ മതി. ഏറ്റവും അവസാനത്താണ് പരാബോള. പരാബോള സത്യം പറഞ്ഞാൽ നമുക്ക് 4 ടൈപ്പ് പരാബോളയുണ്ട്. ഒന്ന് എക്സ് ആക്സിസിൽ കിടക്കുന്നത്, അങ്ങോട്ട് കിടക്കുന്നത്, ഒന്ന് എക്സ് ആക്സിസിന്റെ എന്താണ് നെഗറ്റീവ് സൈഡിലേക്ക് കിടക്കുന്നത്, അടുത്തത് എന്താണ് വൈ ആക്സിസിന്റെ പോസിറ്റീവിൽ കിടക്കുന്നത്, അടുത്തത് വൈ ആക്സിസിന്റെ നെഗറ്റീവിൽ കിടക്കുന്നത്. ഇങ്ങനെ 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിയേ, എക്സിന്റെ പോസിറ്റീവ്, എക്സിന്റെ നെഗറ്റീവ്, വൈയുടെ പോസിറ്റീവ്, വൈയുടെ നെഗറ്റീവ് അല്ലേ, ഇത് എക്സും ഇത് വൈയും. ഇത് എക്സിന്റെ പോസിറ്റീവ് അല്ലേ, ഇത് എക്സും ഇത് വൈയും, ഇത് എക്സിന്റെ നെഗറ്റീവിലല്ലേ കിടക്കുന്നത്. ഇനി ഇതെങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇക്വേഷൻ നോക്കി പരാബോള ഏത് ആക്സിസിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നോക്കിയേ, x² = 4ay അല്ലെങ്കിൽ y² = 4ax
ഇതുപോലെയായിരിക്കും ഒരു പരാബോളയുടെ ഇക്വേഷൻ വരുന്നത്. ആ ഇക്വേഷൻ്റെ അകത്ത് സ്ക്വയർ അല്ലാതെ വന്നിട്ടുള്ള വേരിയബിൾ ഏതാണെന്ന് നോക്കണം. വൈ അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും അത് വൈ ആക്സിസിൽ കിടക്കുന്നതായിരിക്കും. സ്ക്വയർ അല്ലാത്തത് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax. അപ്പോൾ എക്സ് എന്നും പറഞ്ഞാൽ കിടക്കുന്നത്, അതുകൊണ്ട് അത് എക്സ് ആക്സിസിൽ കിടക്കുന്നതായിരിക്കും. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, നോക്ക്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നോക്കിയേ, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 16x അല്ല, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു അല്ല, വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16x. ഇങ്ങനൊരു ഇക്വേഷൻ വന്നു. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയടാ, ഇത് എക്സ് വന്നത് കാരണം എക്സ് ആക്സിസിൽ കിടക്കുന്നതായിരിക്കും. ഇനി എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാൻ ഇവിടുത്തെ ചിഹ്നം നോക്കിയാൽ മതി. 16x പോസിറ്റീവ് ആണ്. ഓക്കെ, അതുപോലെ നോക്കിയേ, വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു -4x. അപ്പൊ ഇവിടെ നോക്ക്, ഈ എക്സ് ആണ് വന്നേക്കുന്നത്, അതുകൊണ്ട് എക്സ് ആക്സിസിലാണ്. മൈനസ് വന്നിരിക്കുന്ന കാരണം എക്സിന്റെ നെഗറ്റീവ് സൈഡിൽ. സിമ്പിൾ, കേട്ടല്ലോ. അടുത്തത് ഇവന്റെ പേരൊന്ന് നോക്കിയടാ, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 10y. ഇപ്പൊ പ്രത്യേകം നോക്ക്, വൈ കിടക്കുന്നത് കാരണം വൈയിലാണ്, വൈ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഇത് പോസിറ്റീവ് സൈഡിൽ. സിമ്പിൾ. അടുത്തത് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -5y. ഓക്കെ അല്ലേ? അപ്പൊ നോക്ക്, വൈ കിടക്കുന്നത് കാരണം വൈ ആക്സിസിലും മൈനസ് വന്നത് കാരണം താഴെയും. സിമ്പിൾ. ഇങ്ങനെയാണ് പരാബോള മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി ഈ ചാപ്റ്ററിൽ ആകെ കൂടി ഒരു ഇന്റഗ്രേഷന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. ഇന്റഗ്രൽ √(a²-x² dx = x/2 √(a²-x² + a²/2 sin inverse x/a. സിമ്പിൾ ആണ്. അതായത് ഇപ്പൊ നമ്മളോട് ഇന്റഗ്രൽ √5a² - x² ചോദിച്ചെന്ന് നോക്ക്. a² - x² പകരം 5a² - x². ഇവിടെ എയ്ക്ക് പകരം എത്ര വന്നു? 5. എക്സിന് പകരം ഇവിടെ എത്ര തന്നെയാണ്? എക്സിന് പകരം ഇവിടെ എക്സ് തന്നെയാണ്. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് എക്സ് കാണുന്നിടത്ത് എക്സും എ കാണുന്നിടത്ത് 5 ഇട്ട് കൊടുക്കണം, അത്രേ ഉള്ളൂ. നോക്ക്, x/2 അതുപോലെ തന്നെ ഇട്ടു. √(a² എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? 5a². 5a² - 5a² - x² പ്ലസ് a²/2. a എന്ന് പറഞ്ഞാൽ 5 അല്ലേ? 5a²/2 സൈൻ ഇൻവേഴ്സ് x/a. എക്സ് നമുക്കറിയില്ല, a 5 ആണ്, അത്രേ ഉള്ളൂ. ഇത്ര എഴുതി വെച്ചാൽ മതി. ഇത് എഴുതാൻ സിമ്പിൾ അല്ലേ? ഈ ഇക്വേഷൻ നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. ഇത് വെച്ചാണ് എല്ലാ ചോദ്യങ്ങളും വരുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പൊ അതേ ശ്രദ്ധിച്ചോടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ ഇൻ ദ ഫിഗർ ഈസ് ഈക്വൽ ടു. ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കർവിന്റെ താഴെയുള്ള ഈ ഏരിയ കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ, കേട്ടല്ലോ. ഈ കർവിന്റെ താഴെയുള്ള ഈ ഏരിയ കണ്ടുപിടിക്കണം. ഏതാണ് പറ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടുന്ന് എഴുതാം. ഇന്റഗ്രൽ C to D ആണ് അല്ലെ, സി മുതൽ ഡി വരെയാണ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് എക്സിലേക്കാണ്, അപ്പൊ ഇതിൻ്റെ അകത്ത് എല്ലാം എക്സിൽ എഴുതണം. അപ്പൊ ഫംഗ്ഷൻ y = f(x) ആണ്, എക്സ് എഴുതി dx. ഇത് നോക്കി എഴുതിയാൽ മതി. ഇന്റഗ്രൽ C to D f(x) dx ഏതാണ്? ഇന്റഗ്രൽ C to D y dy അല്ല, ഇന്റഗ്രൽ C to D f(x) dy അല്ല, ഇന്റഗ്രൽ C to D f(y) dy അല്ല, ഇന്റഗ്രൽ C to D f(x) dx. ഇവനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? എടാ വെറുതെ എഴുതി നോക്കുക, അത് തന്നെ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ ലൈൻ. ലൈൻ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ടു ദ എക്സ് ആക്സിസ് ആൻഡ് ദ ഓർഡിനേറ്റ് x = 3 ആൻഡ് x = 5. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. ഇവിടെ നോക്ക്, ഒരു എക്സ് ആക്സിസും ഉണ്ട്, ഒരു വൈ ആക്സിസും ഉണ്ട്. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഏതോ ഒരു ലൈൻ. ആ ലൈൻ്റെ പേരെന്താ? y = 4x - 2. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എവിടം മുതൽ എവിടം വരെയാ കണ്ടുപിടിക്കേണ്ടത്? 3 മുതൽ 5 വരെയുള്ള ഈ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാം, വളരെ സിമ്പിൾ. ഏരിയ = ഇന്റഗ്രൽ 3 to 5, 3 മുതൽ 5 വരെ. നമ്മുടെ ഫംഗ്ഷൻ എന്താണോ അത് എക്സിൽ എഴുതണം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് y = 4x - 2 എന്നാണ്. അത് എക്സിൽ തന്നെയല്ലേ? അപ്പോൾ പ്രശ്നമില്ല, എക്സിൽ തന്നെ എഴുതി 4x - 2 dx. സിമ്പിൾ കാര്യം. ഇനി അതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കാം. 4 കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ എടുത്തു. എക്സിൻ്റെ ഇൻ്റഗ്രൽ എങ്ങനെ എടുക്കും? എക്സ് എന്ന് പറഞ്ഞാൽ x⁻1, അപ്പോൾ x⁻1 + 1/1 + 1. സിമ്പിൾ അല്ലേ? അപ്പോൾ നോക്ക്, 4 × x⁻1 + 1/1 + 1 മൈനസ് 2 ×
ഒന്നുമില്ല, കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? എക്സ്. ഇന്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്രാക്കറ്റിൽ താഴത്തെയും മുകളിലെയും നമ്പർ ഇടുക, 3 to 5. ഓക്കെ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു, ഒന്ന് ചെറുതാക്കിയേക്കാം, 4 എക്സ് സ്ക്വയർ 1 + 1 2 അല്ലേ, ബൈ 2 മൈനസ് 2 × x എത്രയാടാ? 2x. സിമ്പിൾ കാര്യം. ഓക്കെ അല്ലേ? ഇന്റഗ്രൽ എത്രയാണ്? 3 to 5. നോക്ക്, ഈ 2ഉം 4ഉം കൂടി കട്ട് ചെയ്ത് മേളിൽ 2 എഴുതാം. സിമ്പിൾ. അപ്പൊ ആൻസർ എത്ര വന്നു നോക്കടാ? 2x² അല്ലേ, മൈനസ് 2x ബ്രാക്കറ്റിൽ ഏതാണ്? 3 to 5. ഓക്കെ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു, എക്സിന് പകരം മുകളിലത്തെ നമ്പർ 5 കൊടുക്കുക. അപ്പോൾ 5 എക്സിന് പകരം കൊടുക്കുമ്പോൾ എത്ര കിട്ടൂടാ? 2 × 5² മൈനസ് പിന്നെ എന്താടാ? 2 × 5. ഓക്കെ അല്ലേ? ഇനി എന്താണ്? മൈനസ് കഴിഞ്ഞൊന്ന് ബ്രാക്കറ്റ് ഇട്ടോളെ കേട്ടല്ലോ, 2 ടേം വരുന്നതുകൊണ്ടാണ്. ഇനി എക്സിന് പകരം 3 ഇട്ട് കൊടുക്കുക. 3 ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ്? 2 × 3² 2 × 3² മൈനസ് 2 × എത്രയാണ്? 3. 2 × 3. സിമ്പിൾ കാര്യം. വേഗം പറഞ്ഞ ആൻസർ നോക്ക്. 2 × 5² എന്ന് പറഞ്ഞാൽ 2 × 25 മൈനസ് 2 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. പറ എന്താണ്? 2 × 3² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 മൈനസ് 2 × 3 എത്രയാണ്? 6. വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് എത്രയാണ്? 50 മൈനസ് 10 മൈനസ് ബ്രാക്കറ്റിന്റെ അകത്ത് ആൻസർ എത്ര വരും നോക്ക്? 2 × എത്രയാണ്? 9 18 മൈനസ് എത്രയാണ്? 6. വളരെ സിമ്പിൾ അല്ലേ? ഇതിന്റെ ആൻസർ ഞാൻ ഇങ്ങോട്ട് എഴുതുവാണ്, അതേ ശ്രദ്ധിച്ചോ. നോക്ക്, 15 മൈനസ് 40 ചെയ്യുമ്പോൾ ആൻസർ 50 മൈനസ് 10 ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടി? 40. പിന്നെ 18 മൈനസ് 6 ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടി? 12. അപ്പോൾ 40 മൈനസ് 12 എന്ന് കിട്ടി. ആൻസർ എത്രയാണ്? 28 എന്ന് ആൻസർ വന്നു. സിമ്പിൾ അല്ലേടാ? ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്ക്, ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ. അപ്പൊ ഇവിടെ ഒരു സർക്കിൾ ആണ് വേണ്ടത്. ശ്രദ്ധിച്ചേ, ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ അല്ലേ? സർക്കിളിന്റെ ഇക്വേഷൻ അവിടെ ഉണ്ട്. ശ്രദ്ധിച്ചോ, ഇതിന്റെ അകത്ത് മുഴുവൻ ഏരിയയും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ നോക്കിയടാ, ഈ സർക്കിളിന്റെ പേരെന്താ? x² + y² ഈസ് ഈക്വൽ ടു 81. നമ്മൾ പറഞ്ഞു ഒരു സർക്കിളിന്റെ ഇക്വേഷൻ x² + y² ഈസ് ഈക്വൽ ടു r² ആണ്. ഓക്കെ അല്ലേ? ഇനി എന്താണ് ഇവിടെ? r² എന്ന് പറഞ്ഞാൽ 81 ആണ്. r എന്ന് പറഞ്ഞാൽ അപ്പൊ എത്രയുടെ സ്ക്വയർ ആണാ? 9ന്റെ സ്ക്വയർ ആണ്. അപ്പൊ r എത്ര കിട്ടി നമുക്ക്? 9 എന്ന് കിട്ടി. സിമ്പിൾ. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്താടാ? ഈ ഡിസ്റ്റൻസ് 9 ആണ്. ഇത് സെന്റർ ആണ്. അപ്പൊ ഇത് 0 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? നമുക്ക് ഈ സർക്കിളിന്റെ മുഴുവൻ ഏരിയയും കണ്ടുപിടിക്കണം. പക്ഷെ മുഴുവൻ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. പകരമായിട്ട് ഇത് ഇവിടെ നോക്കിയടാ, ഈ ഒരു സ്ഥലത്തിന്റെ ഏരിയ കണ്ടുപിടിക്കും. നോക്ക്, ഈ ഒരു സ്ഥലത്തിന്റെ ഏരിയ കണ്ടുപിടിക്കും. അത് വേണമെങ്കിൽ ഞാനൊന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഈ ഒരു സ്ഥലത്തിന്റെ ഏരിയ കണ്ടുപിടിക്കും. എടാ, അത് തന്നെയല്ലേ ഇവിടെ? അപ്പൊ ഈ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ആയില്ലേ? ഈ ഏരിയക്ക് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം, ABC. കേട്ടല്ലോ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ടോട്ടൽ ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു 4 × ഏരിയ ഓഫ് ABC അല്ലേ? 4 × ഏരിയ ഓഫ് ABC ചെയ്താൽ മതി. അപ്പൊ ശ്രദ്ധിച്ചോ, ഏരിയ ഓഫ് ABC എങ്ങനെ കണ്ടുപിടിക്കും? വളരെ സിമ്പിൾ. നോക്ക്, എവിടെയാണ്? ഇവിടം മുതൽ ഇവിടം വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ? എക്സ് ആക്സിസിലേക്ക് ചെയ്യാം. വളരെ സിമ്പിൾ. നോക്കിയേ, ഇന്റഗ്രൽ എവിടെ മുതൽ എവിടം വരെയാണ്? അതേ നോക്ക്, 0 മുതൽ 9 വരെ. 0 to 9. ഇന്റഗ്രൽ 0 to 9. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത് എക്സ് ആക്സിസിലേക്കാണ്. ഫംഗ്ഷൻ എന്താണ്? എക്സ് ആക്സിസിലേക്കാണ്. അപ്പൊ ഇവിടെ എഴുതേണ്ടത് f(x). ഫംഗ്ഷൻ എന്തിൽ എഴുതണം? എക്സിൽ എഴുതണം. എക്സിൽ എഴുതണമെങ്കിൽ y = എന്നും പറഞ്ഞ് കിട്ടണം. അപ്പൊ ഈ വെച്ചിരിക്കുന്ന സാധനത്തിന് y = എന്നും പറഞ്ഞ് എഴുതണം. എന്തേ? x² + y² ഈസ് ഈക്വൽ ടു 81. അപ്പൊ നോക്കടാ, x² + y² ഈസ് ഈക്വൽ ടു 81 എന്ന് പറഞ്ഞാൽ എന്താ? 9². ഈ x² അപ്പുറത്തേക്ക് പോട്ടെ. അപ്പോൾ y² ഈസ് ഈക്വൽ ടു 9² മൈനസ് x². ഈ y² ഈസ് ഈക്വൽ ടു 9² മൈനസ് 8² ആണ്. അപ്പോൾ y² നിന്ന് y-നെ എങ്ങനെ എടുക്കും? ഇതിന്റെ റൂട്ട് എടുത്താൽ പോരെ? √9² മൈനസ് x². ഓക്കെ, അപ്പോൾ y-ക്ക് പകരം എക്സിൽ സാധനം കിട്ടി. അപ്പൊ നോക്ക്, ഇതിനെ എങ്ങനെ എഴുതാൻ നോക്ക്? വളരെ സിമ്പിൾ. ഇന്റഗ്രൽ 0 to 9 √9
എന്താ വന്നത്? 9 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, 9 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. സിമ്പിൾ. ഓക്കെ അല്ലേ? ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർക്കുന്നുണ്ടല്ലോ. എന്താണ് ഇക്വേഷൻ? കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞ സാധനം. ഇന്റഗ്രൽ എന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. എങ്ങനെ കണ്ടുപിടിക്കണമെന്നാ പറഞ്ഞത്? എക്സ് ബൈ ടു റൂട്ട് ഓഫ് ഈ സാധനം തന്നെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് പിന്നെ എ സ്ക്വയർ ബൈ ടു, പിന്നെ വരുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് ഒരു സി കൂടി വേണമെങ്കിൽ ഇടാം. ഇതാണ് ഇക്വേഷൻ. അപ്പൊ നോക്ക്, ഞാൻ ഇക്വേഷൻ എഴുതുവാണ്. നോക്ക് എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുന്നത്? ഇത് വളരെ സിമ്പിൾ. നോക്കടാ, ആദ്യം എക്സ് ബൈ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ഓക്കെ അല്ലേ, പ്ലസ് എ സ്ക്വയർ ബൈ ടു, പിന്നെന്താണ് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, എക്സിന് പകരം ഇവിടെ എക്സ് തന്നെയാണ്, എയ്ക്ക് പകരം ഇവിടെ എ സ്ക്വയർ, ഇവിടെ 9 സ്ക്വയർ, എയ്ക്ക് പകരം 9 ആണ്. ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ബൈ ടു എന്ന് പറയുമ്പോൾ അത് തന്നെ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വീണ്ടും എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 സ്ക്വയർ ബൈ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് പറഞ്ഞാൽ എന്താ? 9. ഇവിടെ നോക്ക്, ഇന്റഗ്രൽ എടുത്തു. ഇന്റഗ്രൽ എടുത്താൽ നമ്മൾ താഴെയും മുകളിലുമുള്ള നമ്പർ എഴുതി. സിമ്പിൾ അല്ലേ? ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. നോക്ക്, എക്സ് ബൈ ടു റൂട്ട് ഓഫ് 9 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, 9 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 81 ബൈ ടു സൈൻ ഇൻവേഴ്സ് എത്രയാണ്? എക്സ് ബൈ 9, എക്സ് ബൈ 9 ഇന്റഗ്രൽ 0 to 9. സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി എന്താ അടുത്ത സ്റ്റെപ്പില്? വളരെ ഇമ്പോർട്ടന്റ്. അടുത്ത സ്റ്റെപ്പില് എക്സിന് പകരം 9 ഇട്ട് കൊടുക്കുക. ശ്രദ്ധിച്ചോ, വിച്ച് ഈസ് ഈക്വൽ ടു എക്സിന് പകരം ഞാൻ 9 ഇടുവാണ് കേട്ടോ. നോക്കിയേ, 9 ബൈ ടു റൂട്ട് ഓഫ് എന്താടാ? 9 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എക്സിന് പകരം 9 ഇടുമ്പോൾ 9 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ എന്ന് തന്നെ വരും. 9 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ, ഓക്കെ അല്ലേ, പ്ലസ് 81 ബൈ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ അല്ലേ? എക്സിന് പകരം 9 ഇടുമ്പോൾ 9 ബൈ 9 അല്ലേ? 9 ബൈ 9 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി എക്സിന് പകരം 0 ഇട്ട് കൊടുക്കുക. 0 ബൈ ടു എത്രയാണ്? 0 ബൈ ടു എന്താണ്? റൂട്ട് ഓഫ് എന്താണ്? 9 സ്ക്വയർ മൈനസ് എക്സിന് പകരം 0 സ്ക്വയർ, 9 സ്ക്വയർ മൈനസ് 0 സ്ക്വയർ പ്ലസ് എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അപ്പൊ 0 ബൈ 9 സൈൻ ഇൻവേഴ്സ് 0 ബൈ 9. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇനി ഇവിടെ നോക്കടാ, വളരെ സിമ്പിൾ. 9 ബൈ ടു അതുപോലെ തന്നെ റൂട്ട് ഓഫ് 9 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 പ്ലസ് 81 ബൈ ടു സൈൻ ഇൻവേഴ്സ് എത്ര കിട്ടിയത്? 1 മൈനസ് 0 ബൈ ടു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ഇൻറ്റു 9 സ്ക്വയർ മൈനസ് 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 സ്ക്വയർ പ്ലസ് സൈൻ ഇൻവേഴ്സ് 0 ബൈ 9 എത്രയാണ്? 0. സിമ്പിൾ. നോക്കടാ, ഇവിടെ നോക്ക്, ഈ 9 ബൈ ടു ഇൻറ്റു 0 ചെയ്യുമ്പോൾ അത് മൊത്തം 0 ആയി പോകും. പ്ലസ് 81 ബൈ ടു സൈൻ ഇൻവേഴ്സ് 1 മൈനസ് ഇത് മൊത്തം 0 ആയിപ്പോയി പ്ലസ് ഇവിടെ ഒരു 81 ബൈ ടു ഇല്ലേ, ഇവിടെ ഒരു 81 ബൈ ടു ഉണ്ട്, 81 ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 0. സിമ്പിൾ. അപ്പൊ നോക്കടാ, 0 പ്ലസ് ഈ സാധനം എന്താണ്? 81 ബൈ ടു സൈൻ ഇൻവേഴ്സ് 1 മൈനസ് ഈ സാധനം ആഡ് ചെയ്യുമ്പോൾ എന്താണ്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ഇതിൻ്റെ അകത്ത് 81 ബൈ ടു സൈൻ ഇൻവേഴ്സ് 0. ഈ സൈൻ ഇൻവേഴ്സ് 1ന്റെ അർത്ഥം എന്താ? സൈനിന് 1 കിട്ടുന്ന വാല്യൂ ഏതാണെന്ന്. സൈനിന് 1 കിട്ടുന്ന വാല്യൂ ഏതാണ്? സൈൻ പൈ ബൈ ടു അല്ലെങ്കിൽ സൈൻ 90 ആണ് ആൻസർ 1. അപ്പൊ സൈനിന് 1 കിട്ടുന്ന വാല്യൂ ഏതാണ്? 81 ബൈ ടു ഇൻറ്റു സൈനിന് 1 കിട്ടുന്ന ഏതാണ്? പൈ ബൈ ടു മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു.
നോക്ക് 81/2 ഇൻറ്റു സൈന് 0 കിട്ടുന്ന വാല്യൂ ഏതാണെന്ന്. സൈന് 0 കിട്ടുന്നത് ഏതിൽ തന്നെയാണ്? 0യിൽ തന്നെയാണ്. അപ്പൊ സൈന് 0 കിട്ടുന്നത് ഏതിലാണ്? 0യിലാണ്. അപ്പൊ നോക്ക് 81/2 ഇൻറ്റു π/2 മൈനസ് ഇത് മൊത്തം എന്തായി പോവും? 0. അപ്പൊ ആൻസർ 81 ഇൻറ്റു പൈ, 81 π/2 ഇൻറ്റു 2 എത്രയാണ്? 4. ഇതാണ് ആൻസർ. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇത് ആരുടെ ഏരിയയാണ്? ഏരിയ ഓഫ് എ ബി സിയുടെ ഏരിയ ആണ് 81 π/4. നമുക്ക് ഇതിൻ്റെ ഏരിയ ഇപ്പം കിട്ടി 81 π/4. അത് ഈ ഒരു സെക്ടറിൻ്റെ ഏരിയ മാത്രമാണ്. ഇൻറ്റു 4 ചെയ്താലേ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടുള്ളൂ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 4 ഇൻറ്റു 81/π/4. ഈ 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഏരിയ എത്ര കിട്ടി? 81 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. സിമ്പിൾ. ഈ മോഡലിലാണ് എല്ലാ ചോദ്യങ്ങളും ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് ആകെ വരുന്നത് ലൈൻ വരും, സ്ക്വയർ വരും, പിന്നെ ഒരു എലിപ്സ് വരാം, പരാബോള വരാം. ഈ 4 ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ചോദിക്കുള്ളൂ. എല്ലാത്തിനും അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ ഈ ഇക്വേഷൻ മാത്രമാണ്. ചെയ്തു നോക്കുക. വളരെ സിമ്പിൾ.